നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ. സ്പിരിറ്റ് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. എന്തിനാണ് പവർ? ശത്രുവിനോട് എതിർക്കാൻ. മനുഷ്യരെ നമുക്ക് ശത്രുക്കളല്ല, പിശാചവന്റെ സൈന്യവും നമ്മുടെ കുടുംബാംഗങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നു, പാപത്തിന് അടിമയാക്കി വെച്ചിരിക്കുന്നു. അവനെ ആത്മമണ്ഡലത്തിൽ തകർക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും അയൽക്കാരെയും രക്ഷിക്കണം. പാപത്തിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന് രക്ഷിക്കണം, ആത്മഹത്യകളിൽ നിന്ന് രക്ഷിക്കണം, അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം. നമുക്ക് പവർ വേണം. അത് പരിശുദ്ധാത്മാവ് തരും. സ്നേഹത്തിന്റെ ആത്മാവ്. സ്നേഹം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ വിശ്വാസം മുതൽ പ്രത്യാശ, സ്നേഹം, ഇന്ദ്രിയജയം, പരിജ്ഞാനം, സഹോദരപ്രീതി, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആത്മാവിന് നമുക്ക് തന്നിരിക്കുക. നമുക്ക് സ്നേഹം എക്സർസൈസ് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ക്രിസ്തുവിനോളം വളരാം. സഹോദരങ്ങളെ സ്നേഹിക്കാം. അപ്പോൾ ശത്രുവിനെ എതിർക്കുക ഒരു വശത്ത്, സഹോദരങ്ങളെ സ്നേഹിക്കുക. പിന്നെ മൂന്നാമത് സെൽഫ് ഡിസിപ്ലിൻ. ഈ ശക്തിയും സ്നേഹവും എക്സർസൈസ് ചെയ്യാൻ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ ദൈവാത്മാവ് സഹായിക്കും. ഒരു മനുഷ്യനും തന്നെ നിയന്ത്രിക്കുക സാധ്യമല്ല. ഒരു മനുഷ്യനും തന്നെ ശരിയാക്കുക സാധ്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ക്രിസ്തു വന്ന് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ക്രിസ്തു വന്നു, ദൈവപുത്രൻ വന്നു, പാപികളെ രക്ഷിപ്പാൻ വന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തവന്റെ ആത്മാവ് നമ്മളിൽ വരികയാണ്. ഇനി പാപത്തിന് നമ്മളെ കൊല്ലാൻ കഴിയുകയില്ല, സാത്താനും നമ്മളെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ആത്മാവ് സെൽഫ് ഡിസിപ്ലിന് നമ്മളെ സഹായിക്കും.